പക്ഷേ ഈ നിമിഷപ്രിയയുടെ കേസിൽ മനുഷ്യത്വരഹിതമായ നിലപാടുകൾ സ്വീകരിച്ച കുറേ ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ. നമുക്ക് മുന്നിൽ കുറേ ആളുകളുടെ തെളിവുകളുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കമാൽ പാഷയെ പോലുള്ള ആളുകൾ, ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ, അവരൊക്കെ ഈ തലത്തിലേക്ക് താഴ്ന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മാഷേ നമ്മളതിനെ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും ആ രണ്ട് പേര് വളരെ പ്രധാനമാണ്. എനിക്ക് ആദരവുള്ള പല കാരണങ്ങളാൽ ആദരവുള്ള രണ്ട് വ്യക്തികളാണ്. പല നിലപാടുകളിലും അവരോട് യോജിക്കുന്ന ഒരാളുമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നിവൃത്തിയുമില്ല യോജിക്കാൻ. കാരണം അത്രയും മനുഷ്യത്വഹീനമായ നിലപാടാണ് രണ്ടുപേരും സ്വീകരിച്ചത്. അവരൊരിക്കലും ഇപ്പോൾ യമനിലെ ഈ തലാലിൻ്റെ കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചിട്ട് നിങ്ങളൊരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന് പറയുന്ന റാവുത്തർമാരുടെ നിലവാരത്തിലേക്ക് ഇവർ രണ്ടുപേരും പോകരുതായിരുന്നു. ഇവർ രണ്ടുപേരെയും നമ്മൾ വേറിട്ടൊരു ആംഗിളിലാണ് കാണുന്നത്. ഒന്ന് വളരെ ആലോചിച്ചു മാത്രം കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. മറ്റേ ആൾ തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അലങ്കാരമായി നിന്നൊരാളാണ്. അത് മേൽവിലാസമായി സ്വീകരിച്ച ഒരാളാണ്. ജസ്റ്റിസ് എന്നല്ലാതെ അതിനപ്പുറം ഒരു വിശേഷണം ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ രണ്ടുപേരും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ തെറ്റാണ്. ഒന്നാമത് മരണത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരാളെ അയാളുടെ പൂർവ്വകാലം ചെകഞ്ഞ് കുറ്റപ്പെടുത്തുക. മരണത്തിൽ പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഈ ഘട്ടത്തിൽ, ഈ സമയത്ത്, ഒരുപക്ഷെ അവർ ഈ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് നമുക്ക് അവരെ വിചാരണ ചെയ്യുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യാം. ശരിയാണ്. ഇപ്പോഴത്തെ ഈ സൈദ്ധാന്തിക വിശകലനം അക്ഷരാർത്ഥത്തിൽ പൈശാചികമാണ് എന്ന് പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാരണം, ഇവർ രണ്ടുപേരും പറയുന്ന ഏതാണ്ട് വിശകലനം ഒരുപോലെയാണ്. അവർ കുറ്റസമ്മതം നടത്തിയിട്ടില്ലേ? എനിക്ക് വളരെ ബാലിശമായിട്ടാണ് ഇപ്പോൾ ഒരു ജസ്റ്റിസ് അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ കുറ്റവാളിയും ശിക്ഷ വിധിക്കുന്നതിന് തൊട്ട് മുമ്പ് ന്യായാധിപന്മാർ ഈ കുറ്റവാളികളോടൊക്കെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? എല്ലാ കുറ്റവാളിയും പറഞ്ഞിട്ടുള്ള ഉത്തരം നിഷേധമാണ്, ഇല്ല എന്നാണ്. എന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇപ്പൊ ചോദിക്കുന്ന നിമിഷ കുറ്റം സമ്മതിച്ചതല്ലേ? അല്ല, ഇവിടെ നിമിഷ കുറ്റം സമ്മതിച്ചല്ലേ എന്ന് പറയാനുള്ള അടിസ്ഥാനം അറബിയിൽ എഴുതി കൊടുത്തതും അറബിയിൽ സംസാരിക്കുന്നതുമായ ചില കാര്യങ്ങളിൽ നിമിഷപ്രിയ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിമിഷപ്രിയക്ക് അറബി അറിയില്ല, എന്താ സാഹചര്യം എന്നറിയില്ല. അല്ല, തീർച്ചയായിട്ടും ഈ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അത് നാട് വിട്ടു പോകുന്ന ഓരോ തൊഴിലാളിയുടെയും പ്രശ്നമാണ്. അത് അവർ മാത്രം അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, നമ്മുടെ രാജ്യം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. രാജ്യത്തെ ഒരു കുടുംബത്തെ പോറ്റാൻ, അല്ലെങ്കിൽ അതുവഴി നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ തന്നെ താങ്ങി നിർത്താൻ നാട് വിട്ടു പോകുന്ന ഒരു പ്രവാസി തൊഴിലാളിയുടെ ഭാഷ, പോകുന്ന നാട് ഏതാണ്, അവിടുത്തെ നിയമം ഏതാണ്, അവിടുത്തെ വ്യവസ്ഥ എന്താണ്, അത് എന്തുമാത്രം പ്രാകൃതമാണ്, അതിനോട് പെരുമാറേണ്ട രീതി എങ്ങനെയാണ് എന്നതിന് ഒരു അവബോധവും ഇവർക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇനി അങ്ങനെ ഒരു കേസിൽ, ഇതുപോലെ ഗുരുതരമായൊരു കേസിൽ പെടുമ്പോൾ പോലും ആ നിയമസഹായത്തിന് അവിടുത്തെ എംബസിയുടെ സഹായത്തോടെ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്, ഒരു ദ്വിഭാഷയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് ഈ മരണവക്ത്രത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഇമാതിരി ന്യായങ്ങൾ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരു പ്രധാനപ്പെട്ട കാര്യം, നിമിഷപ്രിയ ആ നിയമത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ യമനിലെ കോടതിയല്ല അത് ശരിക്കും, യമനിലെ ഇസ്ലാമിക കോടതിയുമല്ല, ഹൂത്തികളുടെ ഇസ്ലാമിക കോടതിയാണ്. ആ കോടതിയുടെ, ശരീഅത്ത് കോടതിയുടെ മുമ്പിൽ ചെന്ന് ശരിയാണ് സാർ, എനിക്ക് പറ്റിപ്പോയി, ഞാൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അല്ല, ഞാൻ നിഷേധിച്ചു, എനിക്ക് അബദ്ധം പറ്റിയതാണ്, രക്ഷപ്പെടാൻ വേണ്ടി ആത്മരക്ഷാർത്ഥം ചെയ്തതാണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ നിമിഷപ്രിയ വെറുതെ വിടുവോ? ലോകത്തിലെ ഒരു കുറ്റവാളിയും കുറ്റം സമ്മതിച്ചിട്ടില്ല. കുറ്റം സമ്മതിച്ചു എന്ന കാരണം കൊണ്ട് പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കോടതിയും വിധി പറഞ്ഞിട്ടില്ല. അത് അറിയാത്ത ഒരാളല്ലല്ലോ ജസ്റ്റിസ് കമാൽ പാഷ. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, കൊന്നാലും കൊള്ളാം. ശ്രീജിത്ത് പണിക്കരൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി കൊന്നാലും കൊള്ളാം, പക്ഷെ പിന്നെ ഡെഡ് ബോഡിയോട് കാണിച്ച ക്രൂരകൃത്യങ്ങൾ എന്തുമാത്രം മാരകമാണ്. ശ്രീജിത്ത് പണിക്കർക്ക് അപാരമായ വിവരങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്തൊരു കാര്യം, അറബ് ലോകത്തെ ഒരു നിയമത്തിൻ്റെ കീഴിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെയല്ല ആ നിയമത്തിൻ്റെ ഇരയായി തീർന്നൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. അത് അവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അറബ് രാജ്യത്ത് അബദ്ധത്തിൽ എൻ്റെ കൈകൊണ്ട് ഇപ്പോൾ വിജേഷ് കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ, എൻ്റെ കൈകൊണ്ടാണ് കൊല്ലപ്പെട്ടത്, അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് കരുതുന്ന പൊട്ടന്മാരല്ല മനുഷ്യർ. കാരണം നിമിഷപ്രിയക്ക് അവിടെ ജീവിച്ച അനുഭവമുണ്ട്. എൻ്റെ കൈകൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടു, അത് അബദ്ധമാകട്ടെ അപകടമാകട്ടെ, രക്ഷയില്ല. കൊല്ലപ്പെട്ടാൽ കൊലപാതകം തന്നെയാണ് ശിക്ഷ. അതുകൊണ്ട് ഞാനിതാ ചെയ്തിരിക്കുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് നിയമത്തിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ തല വെച്ച് കൊടുക്കുകയാണ്, തല പോകും. അവർ എന്തിനു വേണ്ടിയാണ് അവർ ഈ കുറ്റകൃത്യമൊക്കെ ചെയ്തത്? കുറ്റകൃത്യം ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോരാനാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒന്ന് ജീവിക്കാൻ വേണ്ടി നാട് വിട്ടതാണ്, ചെന്നുപെട്ടത് ഒരു അറബ് രാജ്യത്താണ്. അവരുടെ പാസ്പോർട്ട്, അവരുടെ ഇക്കാമ ഒക്കെ ഈ സ്പോൺസറുടെ കയ്യിലാണ്. അവർ അധ്വാനിച്ച മുഴുവൻ ബാങ്ക് അക്കൗണ്ടും ഇയാളുടെ കയ്യിലാണ്. അതിൻ്റെ പുറമെ ഇവൾ ഭാര്യയാണ് എന്നൊരു രേഖയുണ്ടാക്കി. ജസ്റ്റിസ് കമാൽ പാഷ കുറെ കൂടി, ഞാൻ ക്രൂരമെന്ന് പറയട്ടെ,
നമ്മുടെ കയ്യിൽ തെളിവില്ലാത്ത കാര്യമാണ് ജസീൽ കമാൽ പാഷ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. അദ്ദേഹം അവള് ഒരു ഭാര്യയെ പോലെ ജീവിച്ചിട്ടുണ്ട് അയാളുടെ കൂടെ സമ്മതത്തോടെ, എന്നിട്ട് അതിന് തടസ്സം നിന്നത് ഇവരുടെ ഭർത്താവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ്? ഏതോ ഒരാൾ അദ്ദേഹത്തോട് സുഹൃത്ത് പറഞ്ഞു എന്നാ തെളിവ്. ഇനി ആണെന്ന് ഞാൻ അദ്ദേഹത്തെ ശക്തിയുക്തം എതിർക്കുന്നു. കാരണം അറേബ്യയിൽ നിസ്സഹായാവസ്ഥയിൽ ചെന്നുപെട്ട ഒരു നാട്, ഒന്ന് നിയമവ്യവസ്ഥ പോയി, അവിടുത്തെ തലസ്ഥാനം ഒരു അന്യരാജ്യത്തെ തിവ്രവാദികൾ വന്ന് പിടിച്ചു. ഈ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാരും പോകരുത് എന്ന് ഇന്ത്യ ഗവൺമെന്റ് വിലക്കി. ഭർത്താവിനും കുട്ടിക്കും അങ്ങനെ പോകാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോരാൻ ഇനിയിപ്പോൾ ഞാൻ ഭാര്യയാണെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ അയാൾ രേഖയുണ്ടാക്കി കാണിച്ചു, ഇവളെൻ്റെ ഭാര്യയാണ്. അങ്ങനെ കാണിച്ചാൽ, ആണെന്ന് സമ്മതിക്കുകയും ഒരു പക്ഷേ ഭാര്യയായി അഭിനയിച്ചാൽ പോലും ആ സാഹചര്യത്തെ മനസ്സിലാക്കി നമ്മൾ അവരോട് പൊറുക്കണ്ടേ? അവർക്ക് ജീവനാണോ പ്രധാനം, മാനമാണോ പ്രധാനം? ആ സമയത്ത് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോന്നാൽ പിന്നെ അവൻ സ്വതന്ത്രമായൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോൾ മാനമൊക്കെ തിരിച്ചു കിട്ടും, പക്ഷെ ജീവൻ കിട്ടൂലല്ലോ. അതിനുവേണ്ടി അതുപോലും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അപകടം. പിന്നെ തുണ്ടമാക്കി. ആലോചിച്ച് നോക്കൂ, കയ്യിൽ അബദ്ധം പറ്റിപ്പോയി. പിന്നെ പറയുന്നത് അവർ ഓവർഡോസ് കൊടുത്തിട്ടല്ലേ എന്നൊക്കെ. ശ്രീജിത്ത് പണിക്കർക്ക് എനിക്കറിയില്ല, പ്രാഥമികമായ ചില പാഠങ്ങൾ അദ്ദേഹം മറന്നുപോകുന്നു. ഒരു ഹോസ്പിറ്റലിലും നേഴ്സുമാർ അനസ്തേഷ്യ കൊടുക്കാറില്ല. മയക്കുമരുന്ന് കൊടുക്കുന്നത് സാക്ഷാൽ ഡോക്ടറാണ്. ഇത് ഡോക്ടറുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇവർ എടുത്തുകൊണ്ടുവന്നിട്ട്, ആശുപത്രിയാണല്ലോ, അനധികൃതമായി എടുത്തുകൊണ്ട് വന്ന് കുത്തിവെക്കുക. വേറെ മാർഗമില്ല. ഇയാളെ ഒന്ന് ബോധം കെടുത്തി കിടത്തിയിട്ട് അവിടെ നിന്ന് പാസ്പോർട്ട് തപ്പണം, രക്ഷപ്പെട്ടു പോരണം. അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പോൾ നേഴ്സ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ബേസിക്കലി ശാസ്ത്രീയമായി നേഴ്സിന് അറിഞ്ഞുകൂടാത്തൊരു പണി അവർ ചെയ്തതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓവർഡോസ് ആയിപ്പോയി. ഡോസ് അറിയാമെങ്കിലല്ലേ ഓവർഡോസ് പറയാൻ പറ്റുള്ളൂ. മനഃപൂർവ്വം ഓവർഡോസ് കുത്തിവെച്ചാൽ തെറ്റാണ്. അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ് ഒന്ന്. എന്നിട്ട് അവിടെ കൊല്ലപ്പെട്ടു, അവർ മരിച്ചുപോയി എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ ഹനാൻ എന്ന് പറയുന്ന കൂട്ടാളി, അതിലിപ്പോൾ ജാതിയും മതവും ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ മലയാളി ആയതുകൊണ്ടാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അങ്ങനെയല്ല, ആർക്ക് വേണ്ടി സംസാരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ യമനി പെൺകുട്ടിക്ക് ജീവപര്യന്തം തടവ് കിട്ടിയില്ലേ ആ യമനി നേഴ്സിന്? കാരണം രാജ്യത്തിൻ്റെ നിയമം അതാണ്. കാരണം അവർ സഹായിയാണ്, നേരിട്ട് കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, മറ്റവൾക്ക് വേണ്ടി ചെയ്തതാണെന്നുള്ളതുകൊണ്ടാണ് ജീവപര്യന്തം തടവായത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഇനി എന്താണ് വഴി? കൊലപാതകം നടന്നു എന്ന് സമ്മതിച്ചാൽ പോലും കൊലക്കുറ്റത്തിന് വധശിക്ഷ ഉറപ്പാണ്. രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, കൊലപാതകം നടന്നു എന്ന തെളിവും അറിവും ഇല്ലാതാക്കുക. അതിനുവേണ്ടി ചെയ്ത പണിയാണ്. അപ്പോൾ അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞത്, അവിടെ സാധ്യമായത്, ആരും അറിയാതെ സ്വകാര്യമായി ഹോസ്പിറ്റലിൻ്റെ പ്രൈവസിയിൽ ആ മുറിയിൽ വെച്ച് ഇദ്ദേഹത്തെ ബോഡി കട്ട് ചെയ്ത്. ഇതൊന്നും ഇത്ര ആലോചിച്ച് നോക്കൂ, ആതുര സേവനം നടത്തുന്ന ഒരു നേഴ്സിന് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ സമ്മർദ്ദം എന്താ നമുക്ക് മനസ്സിലാവാത്തത്? സമാനമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ തന്നെ പറയുന്ന ചില ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ, അല്ലേ? ഒരു കാമുകനെ വെട്ടി നുറുക്കിയിട്ട് കഷ്ണമാക്കിയിട്ട് പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ ആക്കി കൊണ്ടുപോയി തള്ളിയിട്ടില്ലേ? ആ സമ്മർദ്ദത്തിലേക്ക് എങ്ങനെയായിരിക്കും ഒരു പെൺകുട്ടിയെ എത്തിക്കുക? ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ആ കൊലപാതകം നടന്നതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ അവർ കണ്ടെത്തിയ മാർഗ്ഗമാണ്. തെറ്റായിരുന്നു, ബുദ്ധി പ്രയോഗിച്ച ശ്രീജിത്ത് പണിക്കരല്ലത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുള്ളവരൊന്നും അല്ലത്. ഈ പാവം കുട്ടികൾ നിസ്സഹായാവസ്ഥ കൊണ്ട് ചെയ്യല്ലേ? ആ വെപ്രാളം ഉണ്ടാവില്ലേ, വിഭ്രമം ഉണ്ടാവില്ലേ? ചെറിയ കാര്യം. ഏറ്റവും ചുരുങ്ങിയത് അവരുടെ സാഹചര്യം മനസ്സിലാക്കി. ആ സാഹചര്യം ഏതാണ്? ഒന്ന്, അവർക്ക് തിരിച്ചു പോരണം. രണ്ട്, ഇയാൾ അതിഭീകരനാണ്, ക്രിമിനലാണ് എന്നതിന് ധാരാളം രേഖകൾ. 5 തവണ ഇദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതിൽ 3 തവണയും ഭീകരമായ റേപ്പിനാണ്. എന്നുവെച്ചാൽ നിമിഷപ്രിയയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെയുള്ള കേസാണ് ഇത്. ആ ജയിൽ വാർഡനാണ്, ഇവരുടെ സുഹൃത്തായ ജയിൽ വാർഡൻ പറഞ്ഞത് രേഖപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളിൽ നിന്ന് അയാളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഇനി മാന്യമായ രീതിയിലാണെങ്കിൽ ഒരു ഭാര്യയായി ഈ അഭിനയിക്കേണ്ടി വന്നാൽ പോലും അവരെങ്ങനെ കുറ്റപ്പെടുത്താനാവും? അവർക്ക് വേറെന്താ ഓപ്ഷൻ ഉള്ളത്? ഇനി ഈ ആത്യന്തികമായി നമ്മൾ കാണേണ്ടത്, അവർ നാട്ടിലെത്താൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ മാത്രമല്ല, അവരൊരു അമ്മയാണ്, അവരുടെ കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. കൊച്ചുനാളിൽ ആ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചു പോയതാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ എന്താണ് നമ്മുടെ ബുദ്ധിജീവികൾക്ക് സാധിക്കാത്തത്, നമ്മുടെ നീതിപീഠത്തിന് സാധിക്കാത്തത്? വെറുതെ അല്ല നമ്മുടെ സാംസ്കാരിക നായകന്മാരിൽ നിന്നും ബുദ്ധിജീവികളിൽ നിന്നും മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വെറുതെ അല്ല. കമാൽ പാഷയെ പോലുള്ള ജഡ്ജിമാർ നീതിപീഠത്തിൽ ഇരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ആലോചിച്ചിരിക്കുക. വളരെ യാന്ത്രികമായി നിയമത്തെ വ്യാഖ്യാനിക്കാനാണെങ്കിൽ ഈ നീതിപീഠത്തിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നീതി തേടി ചെന്നവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അനുഭവം. തീർച്ചയായിട്ടും ഈ 2 മനുഷ്യരെ നമുക്ക് സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യാനൊരു അവസരമായിട്ട് ഈ നിമിഷപ്രിയ കേസിനെ ഞാൻ കാണുന്നു. ഒപ്പം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെട്ട് കാണാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.